ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് സുജിത്തിൻ്റെയും സ്നേഹയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി കൂടെയാണ് കേട്ടോ. അപ്പോൾ ബീനയുടെയും സുമോദയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി 28-ാം തീയതി ആയിരുന്നു. അന്നും കേക്കൊക്കെ മുറിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ സെലിബ്രേഷനായിട്ട് അന്ന് നടത്തിയില്ല. സ്നേഹയുടെയും ബീനയുടെയൊക്കെ ഒരുമിച്ച് നടത്താമെന്ന് കരുതിയിട്ട് അത് ഇന്നാണ് നടത്തുന്നത് കേട്ടോ, 30-ാം തീയതി. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്ത് തന്നെ പാലെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും മാത്രമാണ് വന്നത്. എബി അവിടെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് എപ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സും അല്ലാതെ ഇൻസ്റ്റയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഈ പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ട്, ഇത് കറക്റ്റ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ റോഡിൽ നിന്ന് തന്നെ ഒരു വീഡിയോ എടുത്തത്. നമ്മുടെ മുട്ടയ്ക്കാടിനും പനങ്ങോട്, അതായത് വെങ്ങാനൂരും മുട്ടയ്ക്കാടിനും പനങ്ങോടിനും ഇടയ്ക്കുള്ള കടയാണ് ആദു സ്റ്റോഴ്സ്. വീടിന് തൊട്ടടുത്താണ് സ്റ്റോഴ്സ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളെല്ലാ പ്രാവശ്യവും നമ്മുടെ പലഹാരമൊക്കെ ഇടുന്നതെല്ലാം നമ്മൾ ആ കടയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ നേരെ പനങ്ങോട് വന്നിട്ട് എനിക്കൊരു നമ്മുടെ ക്രിസ്മസ് കേക്കാണല്ലോ, പ്ലം കേക്ക്. നമ്മൾ പണ്ട് തൊട്ടേ പ്ലം കേക്കാണല്ലേ കൂടുതലായിട്ട് കഴിക്കാറുള്ളത്. എനിക്ക് ആ പണ്ട് തൊട്ടേ പഞ്ചസാര കേക്ക്, നമുക്ക് ആദ്യമൊക്കെ പഞ്ചസാര കേക്കാണ് നമുക്ക് കിട്ടുന്നതല്ലേ. അപ്പോൾ ആ ഒരു കേക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ക്രിസ്മസിന് എൻ്റെ ബർത്ത്ഡേ കൂടെ ആയതുകൊണ്ട് എല്ലാ പ്രാവശ്യവും നമുക്ക് കേക്ക് കിട്ടാറുണ്ട്. അതിന് എനിക്ക് പ്ലം കേക്കാണ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ അതും വാങ്ങിയിട്ട് വന്നിട്ട് നേരെ തന്നെ ചായ ഇടാനായിട്ട് നിന്ന് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്ത് ഉച്ചയ്ക്ക് തന്നെ കുളിച്ചിട്ടാണ് പോയത്. ഈ ഒരു നൈറ്റി ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ, എനിക്ക് അമ്മ വാങ്ങി തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രോക്ക് നൈറ്റി കൂടെയാണ് കേട്ടോ. ഫ്രോക്ക് നൈറ്റി എനിക്ക് 2 എണ്ണം ഉണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഇത് ഇടാനായിട്ട്. പിന്നെ പക്ഷേ കൊള്ളാം, എന്നാലും കൈ ഇത്തിരി ടൈറ്റുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇടാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിന്ന് ചായ ഇടാൻ പോവാണ് കേട്ടോ. ചായ ആയിക്കൊണ്ടിരിക്കുവാണ്. ഹോർലിക്സ് ഇടാൻ പോവാണ്. മുമ്പ് ഒരു വലിയ ബോക്സ് വാങ്ങി വയ്ക്കുമായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ ചില സമയത്ത് ഉപയോഗിക്കാൻ പറ്റാതെ വന്ന് എടുത്ത് കളഞ്ഞിട്ടും ഉണ്ടായിരുന്നു. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മളിത് തുറന്നല്ലേ വെച്ചിരിക്കുന്നത്. നല്ല ടൈറ്റായിട്ട് വെച്ചിരുന്നാൽ പോലും അടിയിൽ നിന്ന് ചിലപ്പോൾ കട്ട പിടിക്കും, അല്ല മുകളിൽ നിന്ന് കട്ട പിടിക്കും. ചിലപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങി വയ്ക്കാറില്ല. കുഞ്ഞു ബോട്ടിലേ വാങ്ങി വയ്ക്കൂ. തീരുമ്പോൾ വേറെ ബോട്ടിൽ വാങ്ങി വയ്ക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എബി ഉള്ള സമയത്ത് രാവിലെ ഇട്ട് കൊടുക്കും, വൈകുന്നേരം ഇട്ട് കൊടുക്കും കേട്ടോ. അവനില്ലാത്ത സമയത്ത് ഞങ്ങളങ്ങനെ ഹോർലിക്സ് ഇട്ട് കുടിക്കാറില്ല. ഇതിപ്പോൾ ഞാൻ കയ്യിലിട്ട മെഹന്തിയാണ് കാണിച്ചു കേട്ടോ. ക്രിസ്മസിന് 2 ദിവസം മുന്നേ ഞാൻ കയ്യിലിട്ട മെഹന്തിയാണ് കാണിക്കുന്നത്. അതായത് ചേട്ടൻ വരച്ച പടമാണ് കേട്ടോ. എല്ലാവരും ചിലപ്പോഴൊക്കെ വന്ന് എല്ലാവരും കളിയാക്കാറുണ്ട്, ഇത് ആരെ ഫോട്ടോയാണ്, നമ്മുടെ ബാബു ആൻ്റണി ഫോട്ടോയാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കാറുണ്ട് കേട്ടോ. സത്യത്തിൽ ചേട്ടൻ അത് ഈശോയുടെ ഫോട്ടോ വരച്ചതാണ്. കാണുമ്പോൾ തന്നെ അതൊരു ചിരി വരും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ഉടൻ തന്നെ ചായ ഇട്ടത് വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 മാസത്തെ അസുഖമൊക്കെ മാറി എഴുന്നേറ്റ് വന്നപ്പോൾ അടുക്കളയിലെ കുറേ പാത്രങ്ങളൊക്കെ മാറിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് എബിയുടെ ചായ ഗ്ലാസ് കാണാനില്ല. എൻ്റെ ചായ ഗ്ലാസ് പൊട്ടിച്ചു ചേട്ടൻ. അങ്ങനെ എബിക്ക് വേറൊരു ഗ്ലാസ്സിലാണ് ചായ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്കിപ്പോൾ സ്ഥിരമായിട്ട് ഒരു ഗ്ലാസ്സിൽ കുടിക്കുമ്പോൾ സമയത്ത് നമുക്കതിൽ തന്നെ കുടിക്കുന്നതായിരിക്കും നമുക്കിഷ്ടം. അതിൽ നിന്ന് മാറ്റുമ്പോൾ പിന്നെ നമുക്കതൊരു വലിയ ഇത് കാണത്തില്ലല്ലേ. അങ്ങനെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് എനിക്കും. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഒരു ഗ്ലാസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് തന്നെ കുടിക്കാൻ തോന്നും. ഏറെ മാറ്റി കുടിക്കുമ്പോൾ ഒരു സുഖം തോന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ. പുറത്തൊക്കെയാണ് നമുക്ക് കുഴപ്പമില്ലല്ലോ, നമുക്ക് അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ നമ്മളെ വീട്ടിൽ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആയിട്ടുള്ള കുറച്ച് പ്രൈവറ്റ് സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ തന്നെ ഉപയോഗിക്കും. പിന്നെ ചേട്ടൻ ഇവിടെ താഴെ നിന്ന് തുണിയൊക്കെ അലക്കുമായിരുന്നു കേട്ടോ. കുറേ തുണികളൊക്കെ അലക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ചായ ഇട്ടു എന്ന് പറഞ്ഞ സമയത്തേക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ പിന്നെ ഓരോരോ സാധനങ്ങളായിട്ട് അങ്ങോട്ട് കൊണ്ടുവച്ചു. ഇതിപ്പോൾ ഒരു കത്തി എടുക്കാൻ വന്നതാണ് ഞാൻ. ഇത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എനിക്ക് എലൈറ്റിൻ്റെ ഈ കേക്ക്, പല ഫ്ലേവറുള്ള കേക്ക്, എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് സാധാരണ പ്ലം കേക്കാണ് ഇഷ്ടം. അത് ഞാൻ കഴിച്ചു. ഇപ്പോഴത്തെ ക്രീം കേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ പ്ലമ്മിന് വെച്ചിട്ട് എലൈറ്റിൻ്റെ കേക്കൊന്നും എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല. ഇതുപോലെ സാധാരണ പ്ലം കേക്ക് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെ സത്യത്തിൽ 3-4 പീസൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. എനിക്ക് അത്രയ്ക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, നാളെ വെച്ചാലും പിന്നെ അതങ്ങ് എടുക്കൂല, അങ്ങനെ വെച്ച് അവിടെ തന്നെ ഇരിക്കും.
അതുകൊണ്ട് എന്തായാലും അതങ്ങ് എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ 3 പേരും കൂടി ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ പരിപാടികളൊക്കെ. പിന്നെ ആ ഒരു സമയത്ത് മാളൂട്ടി സിനിമ ഞാൻ ടി വിയിലിട്ടായിരുന്നു കേട്ടോ. ഞങ്ങളതൊക്കെ കണ്ടിട്ടാണ് ഇരുന്ന് കഴിച്ചത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറ് കഴിക്കാനായിട്ട് ഇരുന്ന് കേട്ടോ. ഞാൻ സ്നേഹയുടെയും ബീനയുടെയും വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് രാത്രി ചോറ് കഴിക്കുന്നതായിരിക്കും കാണിക്കുന്നത്. ഇത് 2 ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോയും പിന്നെ സ്നേഹയുടെയും ബീനയുടെയും വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷിക്കുന്നത് തിങ്കളാഴ്ച ദിവസം 30-ാം തീയതി തിങ്കളാഴ്ചയാണ് കേട്ടോ. ഇത് ഞായറാഴ്ച ദിവസത്തെ കാര്യങ്ങളാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. നല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനിപ്പോൾ ഞാൻ ആദ്യമൊക്കെ ബീഫ് വയ്ക്കുമ്പോൾ ചേട്ടൻ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതാ 2ാമത്തെ ദിവസം, അതായത് 30-ാം തീയതി ഞാനും ചേട്ടനും കൂടെ വെങ്ങാനൂർ പോവാണ് കേട്ടോ. അപ്പോൾ ബീനയ്ക്കും സ്നേഹിക്കും വേണ്ടിയിട്ട് അവരുടെ ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ഞാനും മാളവും അശ്വനിയും ചേർന്നിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. വിശ്വനാഥിലാണ് പോയത്. വിശ്വനാഥിൽ പോയിട്ടും നമുക്ക് എൻ്റെ കയ്യിലും അവരെനിക്ക് വാങ്ങി തന്ന ഹാൻഡ് ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ അവർക്ക് ഒരു ഹാൻഡ് ബാഗും പിന്നെ ചേട്ടന്മാർക്ക് 2 പേർക്കും എന്തെങ്കിലും സ്പ്രേയോ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. അപ്പോൾ ആദ്യം വിശ്വനാഥിൽ പോയി, അവിടെ ഇല്ല. പിന്നെ ലൗലിയിൽ പോയി, അവിടെ ഇല്ല. പിന്നെ ഇവിടെ ഐശ്വര്യയിൽ പോയി, അവിടെ ഇല്ല. അത് വെങ്ങാനൂർ ഈ 3 ഫാൻസിയാണുള്ളത്, അവിടെ 3 ഇല്ല. പിന്നെ നമ്മൾ ആദ്യമായിട്ട് വന്നത് അത് വിശ്വനാഥിലല്ലേ, അവിടെ തന്നെ പോയി ഓരോ പേഴ്സാണ് വാങ്ങിയത്. ഓരോ പേഴ്സും സ്പ്രേയും വാങ്ങിയിട്ട് ഒരുമിച്ച് തന്നെ പൊതിഞ്ഞു കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ട് ക്ലേയും വാങ്ങി കേട്ടോ. അപ്പോൾ പേഴ്സ് നല്ല ഇഷ്ടപ്പെട്ടു 2 പേർക്കും. അത് ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അത് തന്നെ എടുത്തത്. ആദ്യമേ അവിടെ നിന്ന് ആ ചേച്ചി പേഴ്സ് എടുത്ത് കാണിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ ബാഗ് വാങ്ങണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ് വേറെ 2 കടയിലും പോയത്. പക്ഷേ അവിടെ 2 കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പേഴ്സും സ്പ്രേയും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങ് വീട്ടിലോട്ട് പോകുന്നായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അവരും പിന്നെ ഞാനും അശ്വനി, മാളു, അവരുടെ ഫാമിലി, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്നൊരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും കേക്ക് കട്ട് ചെയ്തു. സുമോദ് ഏട്ടനും ബീനയും കൂടെയാണ് കേക്ക് എടുക്കാൻ വേണ്ടി വിഴിഞ്ഞത്തോട്ട് പോയത്. അപ്പോൾ അവർ വന്ന ഉടൻ തന്നെ അവർ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതും സ്നേഹയും കൂടെ നിന്നിട്ടാണ് കേക്ക് കട്ടിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും കേക്കും തന്നു കേട്ടോ. റയാനുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് കുറേ വർഷമായതാണ്. നമുക്ക് കൊറോണയ്ക്ക് മുന്നേ അമ്മ എനിക്ക് എടുക്കുന്ന ടോപ്പാണ് കേട്ടോ. ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പ്. എനിക്കത് ഭയങ്കര ടൈറ്റാണ്, കൈയൊക്കെ ഇപ്പോൾ ഭയങ്കര ടൈറ്റാണ്. പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടോപ്പാണ്. പിന്നെ കേക്ക് നമ്മൾ മാംഗോയുടെ കേക്കായിരുന്നു കേട്ടോ. ഞാനും മാംഗോയുടെ കേക്കായിരുന്നു വാങ്ങിയത്. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് സ്നേഹിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ മാംഗോയുടെ കേക്ക് വാങ്ങിയാന്ന് കരുതിയിട്ട് അവർ മാംഗോയുടെ കേക്ക് തന്നെ വാങ്ങി കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ ഗിഫ്റ്റ് ഞങ്ങൾ വാങ്ങിയിട്ട് അവരുടെ കിണറ്റിൻ്റെ ബേക്കിൽ ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് അകത്തോട്ട് കയറിയത്. കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മറന്നുപോയി ഒരു സംഭവം എടുക്കാൻ വേണ്ടി. അവർ ഫുഡ് എടുക്കുന്ന സമയത്താണ് ഓർമ്മിച്ചത്, അയ്യോ ഗിഫ്റ്റ് കൊടുത്തില്ലല്ലോ. പിന്നെയാണ് പോയി ഗേബി എടുത്തുകൊണ്ട് വന്നിട്ട് പേഴ്സ് വാങ്ങി കേട്ടോ. 2 പേർക്കും അത് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ബീന കുറേ ദിവസം കൊണ്ട് ഒരു പേഴ്സിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വാങ്ങി കേട്ടോ. ഇത് ആദൂന് വാങ്ങിയ ക്ലേ ആണ്. പിന്നെ 2 പേർക്ക് ഓരോ സ്പ്രേയും കൂടെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ്. സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ അങ്ങനെയൊന്നും പരസ്പരം ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നൊന്നും ഇല്ല. ആകെ കൊടുത്തിട്ടുള്ളത് എൻ്റെ ബർത്ത്ഡേക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ എല്ലാവരുമായിട്ട് ആഘോഷിക്കുന്ന സമയത്ത് ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുക അങ്ങനെയുള്ള ഒന്നും നമ്മൾ ഇതുവരേക്കും ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് സ്നേഹയുടെയും മാധുവിൻ്റെയും സുജിത്തിൻ്റെയൊക്കെ ഫോട്ടോ അത് സ്നേഹ പ്രിൻ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അല്ല, ബീന ചെയ്ത് കൊടുത്തതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ നേരത്തെ തന്നെ ബീന കൊടുത്തത് സ്നേഹ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. ക്ലിപ്പ്, സ്ലൈഡുകൾ, പൊട്ട്, ഡ്രസ്സ്, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കമ്മൽ, ക്യൂടെക്സ്. അത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ക്യൂടെക്സ് വാങ്ങിയത് ബീനയ്ക്കും കൂടെ ഷെയർ ചെയ്തിടാൻ വേണ്ടി. ബീനയുടെ ഇഷ്ടപ്പെട്ട കളറാണ് വാങ്ങിയെന്നാണ് പറയുന്നത്. ഇതാണ് ബീന എടുത്ത് കൊടുത്ത ടോപ്പ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ടോപ്പ്. അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ഫോട്ടോസാണ്. അവരുടെ ഒരു മെമ്മറി പോലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് എടുത്തു വെച്ചത് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു അത്. പിന്നെ അതിനുള്ള ഡ്രസ്സ് ഇതൊക്കെയായിരുന്നു. ഇതേപോലെ തന്നെയാണ് ഇത് ബീന അവളുടെ പള്ളിയിൽ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കൂല, അതിന് വാങ്ങിയതാണ്. ഇതേപോലത്തെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് എടുത്തതുപോലെ തന്നെ അവരും ക്ലോക്ക് എടുത്തിട്ട്. അപ്പോൾ സ്നേഹയാണ് ആദ്യമായിട്ട് ഇതേപോലത്തെ ക്ലോക്ക് എടുത്തിട്ട് എനിക്ക് കൂടെ പറഞ്ഞു തന്നത്. ഇതുപോലെ ചെയ്യുന്നുണ്ട് ചേച്ചി, ചെയ്യുന്നെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവൾ തന്നെയാണ് ആ ലിങ്ക് എനിക്ക് അയച്ചത്. ഞാൻ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ
ഞാൻ ഇതേപോലെ ഫോട്ടോ ചെയ്ത് കേട്ടോ. ഇത് സ്നേഹ ബീനയ്ക്ക് കൊടുത്ത ഗിഫ്റ്റാണ്. അവരുടെ കുറേ ഫോട്ടോസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ആൽബം പോലെ ചെയ്ത് കൊടുത്തതാണ്. നല്ല ഭംഗിയല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ മെമ്മറി, അവരുടേതായിട്ടുള്ള കുറേ മെമ്മറീസ് അടങ്ങുന്ന കുറേ ഫോട്ടോസാണ്. ബീനയുടെ പണ്ടത്തേക്ക് ഫോട്ടോ കണ്ടോ, ബീനയുടെ സുമോദേട്ടൻ്റെ. ബീന പണ്ട് നല്ല മെലിഞ്ഞിട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇച്ചിരി വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. സുമോദേട്ടൻ അന്നും ഒന്നും ഒരേപോലെ തന്നെയാണ്. നല്ല രസമാണ് രണ്ടുപേരുടെ ഫോട്ടോ കാണാൻ. അങ്ങനെ കുറേ നല്ല നല്ല ഫോട്ടോസും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുഞ്ഞു ഒരു ആൽബമാണ് അവർക്ക് വേണ്ടിയിട്ട് സ്നേഹ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. പിന്നെ വേറെയും കൊടുത്തിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. അത് കാണിച്ചു, പക്ഷേ ഞാൻ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ അവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ അപ്പവും മറ്റേ സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് ചിക്കൻ്റെ പാർട്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മാളും സ്നേഹയും കൂടെ അതും എനിക്ക് തന്നായിരുന്നു. പിന്നെ ഇപ്പോൾ അതുപോലെ തന്നെ സ്നേഹ വെച്ച വൈന് നമുക്ക് വേണ്ടിയിട്ട് തന്നു കേട്ടോ. നമ്മളെല്ലാവരും കുടിച്ചു. അപ്പോൾ അതാ എബിയും റയാനും കൂടെ മത്സരിച്ച് ഓരോ ഗ്ലാസ് പെട്ടെന്ന് കുടിച്ചു കേട്ടോ. നല്ല നമ്മളാണെങ്കിൽ അത് കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിരുന്ന സമയത്താണ് രണ്ടുപേരും കൂടെ ആ ഒരു ഗ്ലാസ് വൈന് മറ്റേ ജ്യൂസ് കുടിക്കും പോലെ സുഖമായിട്ട് കുടിച്ചിട്ട് അവരങ്ങ് വെച്ചു കേട്ടോ. നമ്മളെല്ലാവരും അതിശയിച്ച് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കുഞ്ഞ് നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അവിടുത്തെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ ബീനയുടെ കടയിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലോട്ട് പോയത് കേട്ടോ. ഇത് അന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.